മാർക്കറ്റ് ഒരു രണ്ട് ട്രെൻഡ് ലൈനിൻ്റെ ഇടയിലൂടെയാണ് മൂവ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഹയർ ഹൈ ആണ് മാർക്കറ്റ് മൂവ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ട്രെൻഡ് ലൈനിലാണ് ഇപ്പോൾ മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എപ്പോഴും മാർക്കറ്റ് ഈ ഒരു ട്രെൻഡ് ലൈനിൽ വന്ന് തട്ടുന്നത് ഇവിടെ നിങ്ങൾക്ക് ബൈ ചെയ്യുന്നതാണ്. എപ്പോൾ ഈ ഒരു റേഞ്ച് വന്ന് തട്ടുന്നത് നിങ്ങൾക്ക് സെല്ല് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ആണ് നിങ്ങൾ ഇന്ന് കാണാൻ പോകുന്നത്. ഇത് നേരെ കണ്ടിട്ടുണ്ടെങ്കിൽ മൺഡേ നിങ്ങൾ മാർക്കറ്റിലോട്ട് പോവുക, എന്താണ് സംഭവിക്കുന്നത് നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് 23 സെപ്റ്റംബർ മൺഡേ എന്തായിരിക്കും മാർക്കറ്റിൽ സംഭവിച്ചേക്കാവുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിലോട്ട് വരുന്നുണ്ടെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുക, എന്നിട്ട് മൺഡേ മാർക്കറ്റിൽ എന്താണ് സംഭവിക്കുന്നത് ഞാൻ പറയുന്ന പോലെയൊക്കെ മാർക്കറ്റ് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഞാൻ എടുക്കുന്ന ട്രേഡും ഞാൻ എടുക്കുന്ന ട്രേഡിൻ്റെ ഡീറ്റെയിൽസും എല്ലാം ഈ ഒരു ചാനലിലൂടെ കിട്ടുന്നതായിരിക്കും. കൂടാതെ ഞാനൊരു വാട്സാപ്പ് കമ്മ്യൂണിറ്റി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു ഗ്രൂപ്പിൽ നിങ്ങൾ ആഡ് ആവണമെങ്കിൽ ഈ ഒരു കാണുന്ന നമ്പറിൽ ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ ഒരു നമ്പർ കൊടുക്കാം. ആ ഒരു നമ്പറിലോട്ട് മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങളെ ആ ഗ്രൂപ്പിൽ ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് വേറെ തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ മാർക്കറ്റിൽ, അതായത് തിങ്കളാഴ്ച മാർക്കറ്റിൽ സംഭവിച്ചേക്കാവുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അതിനുവേണ്ടി നമുക്ക് ഡേ ടൈം ഫ്രെയിമിലോട്ട് പോവാം. ഓക്കെ, 1 ഡേ ടൈം ഫ്രെയിമിലോട്ട് പോവാം. 1 ഡേ ടൈം ഫ്രെയിം പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഓൾ ടൈം ഹൈയിലാണ് നിൽക്കുന്നത് അല്ലേ. ഏകദേശം 25,790 ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇത് മാർക്കറ്റിൻ്റെ ഓൾ ടൈം ഹൈ ആണ്. അതിനു മുന്നേ ഒരു കാര്യം പറയട്ടെ. ഇപ്പം മാർക്കറ്റ് ഓൾ ടൈം ഹൈ ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ പറയുന്നത് മാർക്കറ്റ് ക്രാഷ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ മാർക്കറ്റ് ക്രാഷിനെ പറ്റി ഇപ്പോൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. വേണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടുന്ന് വേണമെങ്കിൽ ഒരു 500-1000 പോയിന്റ് മേലോട്ടും ഒരു അപ്രാലി തരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ പലരും പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ ഒരിക്കലും അതൊന്നും ചെയ്യേണ്ട. നിങ്ങൾ അപ്പോൾ മാർക്കറ്റിൽ എന്താണ് സംഭവിക്കുന്നത് ആ ഒരു രീതിയിൽ, അപ്പോൾ മാർക്കറ്റിൽ അപ്പ് ട്രെൻഡ് ആണോ അതോ ഡൗൺ ട്രെൻഡ് ആണോ ആ ഒരു രീതിയിൽ മാത്രം നിങ്ങൾ ട്രേഡ് എടുക്കുക. ഓക്കെ, ചിലപ്പോൾ നമ്മൾ ന്യൂസൊക്കെ കേട്ടിട്ടുണ്ട് മാർക്കറ്റ് ക്രാഷ് ആകാൻ പോകുകയാണെന്ന് ന്യൂസൊക്കെ കേട്ട് നമ്മളെന്താണ് മാർക്കറ്റ് ഇവിടുന്ന് ഒരു ചെറിയൊരു നെഗറ്റിവിറ്റി തന്ന് മാർക്കറ്റ് ഏകദേശം ഈ ഒരു റേഞ്ചിലെത്തി വെച്ചോ 25,200 ഒക്കെ 25,200 24,800 എത്തുമ്പം നിങ്ങൾ വിചാരിക്കും ആ മാർക്കറ്റ് ക്രാഷ് ആകാൻ പോയി, മാർക്കറ്റ് ക്രാഷ് ആയല്ലോ, നമുക്കെന്നാൽ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുന്ന കഴിഞ്ഞാൽ ഇതൊക്കെ നല്ലൊരു അതായത് സപ്പോർട്ട്. ഓക്കെ, ഈ ഒരു ഭാഗത്തൊക്കെ നല്ല സപ്പോർട്ട് ഉണ്ട്. ഇവിടുന്നൊക്കെ നല്ല ബൈ വരുന്നൊരു പോയിൻ്റാണ് ഈ ഒരു കാണുന്നതൊക്കെ 24,800 ഈ ഒരു കാണുന്നതൊക്കെ. അതായത് ഡേ ഫ്രെയിമിൽ സപ്പോർട്ടാണ് ഈ ഒരു കാണുന്നതൊക്കെ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരിക്കലും എടുത്തു ചാടി പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാൻ വേണ്ടി പാടില്ല. ഓക്കെ, ഇവിടുന്നൊക്കെ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾ നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഒരു ഡേ ടൈം ഫ്രെയിമിൽ നമുക്ക് നോക്കാം മാർക്കറ്റ് എന്താണ് സംഭവിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ മാർക്കറ്റിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ജസ്റ്റ് കുറച്ച് ദിവസത്തെ ഒരു ക്യാൻഡിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ അപ്പ് ട്രെൻഡാണ്. നമുക്കിവിടെ ഒരു ട്രെൻഡ് ലൈൻ വരച്ച് നോക്കാം. ഓക്കെ, നമുക്ക് കുറച്ച് വലിയൊരു ട്രെൻഡ് ലൈൻ തന്നെ വരച്ച് നോക്കാം. ഓക്കെ, ഏകദേശം വലിയൊരു ട്രെൻഡ് ലൈൻ തന്നെ വരയ്ക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. ഓക്കെ, കണ്ടില്ല, അതായത് ഇത് ഡേ ടൈം ഫ്രെയിമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഓക്കെ, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മേലെയും കൂടി ഒരു ട്രെൻഡ് ലൈന് വരച്ചു കൊടുക്കാം. ഇപ്പോൾ മാർക്കറ്റ് മൂവ് ആയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് ഈ ഒരു സോണിലൂടെയാണ് മാർക്കറ്റ് ഇപ്പോൾ മൂവ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇതാണ് ഇപ്പോൾ മാർക്കറ്റ് മൂവ് ആയിക്കൊണ്ടിരിക്കുന്നത്. എപ്പോഴാണ് ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ആവുന്നത്? ഓക്കെ, ഈ ഒരു ട്രെൻഡ് ലൈൻ എപ്പോഴാണ് ബ്രേക്ക് ആവുന്നത്? മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ മാറും എന്ന് പറഞ്ഞാൽ അതായത് അപ്പ് ട്രെൻഡ് മാറി ഒരു ഡൗൺ ട്രെൻഡ് വരും. പക്ഷെ എന്നാലും അവിടെ ഒരു പ്രോപ്പർ ഡൗൺ ട്രെൻഡ് അല്ല. ഓക്കെ, നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇവിടെ ഒരുപാട് സപ്പോർട്ടുകളുണ്ട്. ഓക്കെ, നമുക്ക് ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്താൽ നമുക്ക് ഉറപ്പിക്കാം മാർക്കറ്റിൻ്റെ അതായത് അപ്പ് റാലി കഴിഞ്ഞ് ഇനി ഒരു ഡൗൺ ട്രെൻഡ് ആയിരിക്കും എന്ന്. ഓക്കെ, അത് മാത്രമേ നമ്മൾ നോക്കണ്ടൂ. ബൈ ഇവിടുന്നൊക്കെ ബൈ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു വരച്ചിരിക്കുന്ന ട്രെൻഡ് ലൈൻ എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ ഡേ ടൈം ഫ്രെയിമിലാണ് വരച്ചത്. ഇനി നമുക്ക് നോർമലി ഇൻട്രാഡേ ചെയ്യുന്ന രീതിയിൽ നമുക്കൊന്ന് നോക്കാം എവിടെയാണ് ഒരു ട്രെൻഡ് ലൈൻ വരുന്നുണ്ടോ ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഡേ ടൈം ഫ്രെയിം നോക്കിക്കഴിഞ്ഞാൽ നമുക്കിപ്പം അടുത്തൊരു ഇൻട്രാഡേ ടൈമിംഗ് കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, ഇൻട്രാഡേ ടൈമിൽ എവിടെയാണ് ഒരു സപ്പോർട്ട് വരുന്നത് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഒരു ട്രെൻഡ് ലൈനും കൂടെ നമുക്കിവിടെ വരയ്ക്കാം. ഓക്കെ, ഒരു ട്രെൻഡ് ലൈൻ നമുക്ക് വരച്ചു കഴിഞ്ഞാൽ
ഓക്കെ, നമുക്ക് ഇങ്ങനെയൊരു ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ കൂടെ കിട്ടി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ മേലെ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ട്, ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ട്, മാർക്കറ്റ് ഇവിടെ എത്തി, ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ട്. ഈ ഒരു സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ വരെ കയറും. ഓക്കെ, ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ട്, ആ ഒരു ലെവൽ എത്ര, ഏകദേശം ഏതൊരു ലെവലാണ്, 26,600 വരെ വേണമെങ്കിൽ മാർക്കറ്റ് ഇവിടുന്ന് കയറാം. മനസ്സിലായില്ലേ? നമ്മൾ ഒരിക്കലും ഒരു ഫോൾ വരുന്നുണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ അങ്ങനെ ഒരിക്കലും മാർക്കറ്റിന് ഇവിടുന്ന് മേലോട്ട് പോകില്ല എന്ന് ചിന്തിക്കാൻ പാടില്ല. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ 2 സപ്പോർട്ട് വരുന്നുണ്ട്, മെയിനായിട്ട് ഇവിടെ 2 സപ്പോർട്ട് വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു റേഞ്ചിൽ ഒരു സപ്പോർട്ട് കിട്ടും, 25,200. ഓക്കെ, 25,200 സപ്പോർട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ, നമുക്കിവിടെ ഇത് നമ്മൾ ഒരു ലോങ് ടൈം ഫ്രെയിമാണ്, ഇത് ഡേ ടൈം ഫ്രെയിമിലെ ഒരു ട്രെൻഡിലാണ് നിങ്ങൾ ഈ കാണുന്ന മേലെ. ഇപ്പം നമുക്ക് ഷോർട്ട് ടൈം നമുക്കിത് എടുത്ത് കളയാം. ഓക്കെ, നമ്മൾ ഈ ഡേ ടൈം ഫ്രെയിമിൽ നമുക്ക് അത് എടുത്ത് കളഞ്ഞിട്ട് നമുക്ക് ഷോർട്ട് ടൈം പീരീഡിൽ നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങൾ കാണാൻ പറ്റും മാർക്കറ്റ് ഇപ്പോൾ മൂവ് ആയിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ്. ഓക്കെ, ഈ ഒരു ലെവൽ ഇവിടുന്ന് താഴോട്ട് വരുന്നു, വീണ്ടും ഈ ഒരു ലെവൽ വരുന്നു, വീണ്ടും ഈ ഒരു ലെവൽ വരുന്നു, വീണ്ടും ഇവിടുന്ന് ഇറങ്ങി വീണ്ടും വരുന്നു. അപ്പം ഇതൊരു നല്ലൊരു മാർക്കറ്റ് മൂവ് ആയിരുന്ന ഒരു സോൺ, അതായത് ഒരു ഏരിയ ആണ് ഇത് നിങ്ങൾ കാണുന്നത്, ഈ ഒരു ലൈൻ ഇട്ട് വെച്ചത്. ഓക്കെ, നിങ്ങൾക്കും ഇങ്ങനെ ട്രെൻഡ് ലൈൻ വരയ്ക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഒരു ഈസി ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാനൊരു ട്രെൻഡ് ലൈൻ വെച്ചത്, ഞാൻ 15 മിനിറ്റ് ടൈം ഫ്രെയിമിലാണ് വെച്ചത്. ഓക്കെ, ഞാൻ നേരെ ഒരു ഹാഫ് ആൻ അവർ ഇടുന്നു. ഹാഫ് ആൻ അവർ ഇടുമ്പോൾ നമുക്ക് ക്യാൻഡിലുകൾ 1-2 ക്യാൻഡിലുകൾ കിട്ടും. അത് നമ്മൾ കണക്ട് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കാം, അതുപോലെ തന്നെ മേലെയും വരയ്ക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഇവിടുന്ന് വേണേൽ എടുക്കാം. ഓക്കെ, ഇങ്ങനെ എടുക്കാം. ഓൾറെഡി അത് ബ്രേക്ക് ചെയ്തുകൊണ്ട് നമ്മളത് എടുക്കുന്നില്ല. ഓക്കെ, ഞാൻ എൻ്റെ അനാലിസിസ് ആണ് ഇതിലൂടെ കാണിക്കുന്നത്, അല്ലാണ്ട് നിങ്ങളെങ്ങനെ ചെയ്യുന്നത് എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ കിട്ടി. ഇനി നമ്മൾ നേരെ ടൈം ഫ്രെയിം, ഇപ്പം നിങ്ങൾ 5 മിനിറ്റിലാണ് ട്രേഡ് ചെയ്യുന്നത്, 5 മിനിറ്റിലുണ്ടോ, 5 മിനിറ്റിൽ സപ്പോർട്ട് വരുന്നുണ്ടോ, ഇവിടെ ഒരു സപ്പോർട്ട്, ഇവിടെ ഒരു റെസിസ്റ്റൻസ്, ഇവിടെ ഒരു റെസിസ്റ്റൻസ്, ഇവിടെ ഒരു റെസിസ്റ്റൻസ്. ഇപ്പോൾ ഏകദേശം 1, 2, 3 3 വട്ടം ഇവിടെ റെസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. താഴെയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും 3 വട്ടം 3 കൂടുതൽ തന്നെ അവിടെ ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ക്രൂഷ്യൽ സപ്പോർട്ടും റെസിസ്റ്റൻസ് ആണ് നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇനി മാർക്കറ്റ്, അതായത് ഇൻട്രാഡേ ചെയ്യുന്നവർക്കാണ്. ഇൻട്രാഡേ ചെയ്യുമ്പോൾ തിങ്കളാഴ്ച മാർക്കറ്റിൽ, തിങ്കളാഴ്ച ചൊവ്വാഴ്ച അടുത്ത ആഴ്ച ആയിട്ട് മാർക്കറ്റിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അതായത് മാർക്കറ്റ് ഇവിടുന്ന് ഇവിടെ ഒരു റിജക്ഷൻ ക്യാൻഡിൽ എന്തെങ്കിലും കിട്ടിയെന്ന് വെച്ചോ, ഈ ഒരു ഭാഗത്ത് ഒരു റിജക്ഷൻ ക്യാൻഡിൽ കിട്ടി. ഇപ്പോൾ ഒരു ഹയർ ഹൈ ആയിട്ടാണ് പോകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ ഒരു ഹൈ, ഇവിടെ ഒരു ഹൈ, വീണ്ടും ഒരു ഹൈ. ഓക്കെ, ഇനി മാർക്കറ്റ് ഇങ്ങനെ ഈ സോണിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. എപ്പോഴാണ് ഇതിന് ബ്രേക്ക് ഔട്ട് വരുന്നതെങ്കിൽ ഇതിന്, അല്ലെങ്കിൽ മേലോട്ടാണ് താഴോട്ടാണ്, മാക്സിമം ഈ ഒരു ഇങ്ങനൊരു സ്ട്രക്ചറിൽ താഴോട്ടാണ് ബ്രേക്ക് ഔട്ട് വരാനുള്ള ചാൻസ് ഒരു 99% അതാണ് കൂടുതൽ. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് ഇനിയിപ്പോൾ തിങ്കളാഴ്ച അടുത്ത ആഴ്ചയാണ് ഇതിൻ്റെ പൂർണ്ണ രൂപം നമുക്ക് മനസ്സിലാക്കുക, മാർക്കറ്റ് എങ്ങോട്ടാണ് ബ്രേക്ക് ഔട്ട് ആവുക എന്ന്. ഓക്കെ, അതായത് നാളെ മുതൽ 23 to നിങ്ങൾക്ക് കാണാൻ പറ്റും, തിങ്കളാഴ്ച ചൊവ്വാഴ്ച ആ ഒരാഴ്ചയിൽ നമുക്ക് കാണാൻ പറ്റും മാർക്കറ്റിൻ്റെ ബീറിഷ് ട്രെൻഡാണോ അതോ അപ് ട്രെൻഡ് തന്നെയാണോ കണ്ടിന്യൂ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, മാർക്കറ്റിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഈ ഒരു ഏരിയ വരുമ്പോൾ മാർക്കറ്റ് ഡൗൺ ആയി ഈ ഒരു ഏരിയ വന്നാൽ, ഈ ഒരു ട്രെൻഡ് ലൈനെ തട്ടി ഈ ഒരു ഏരിയ, അതായത് 25,600 എന്നുള്ളൊരു പോയിന്റിലോട്ടൊക്കെ മാർക്കറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബൈ ചെയ്യാം. നിങ്ങൾക്ക് ബൈ ചെയ്യാനുള്ളൊരു സൂപ്പർ ചാൻസ് ആണത്. ഓക്കെ, ഓരോ ഡിപ്പിലും ബൈ ഉണ്ടാവും, കാരണം ഇവിടെയൊക്കെ ബൈയിങ് ആണ്. ഇവിടെയൊക്കെ നല്ല കണ്ടോ, ഇതൊക്കെ നല്ലൊരു സപ്പോർട്ടാണ് ഈ ഒരു ഏരിയയ്ക്ക്. ഇവിടെയൊക്കെ നല്ലൊരു ബൈ ഉണ്ട്, നിങ്ങൾ മിസ്സാക്കണ്ട. നിങ്ങളൊരു സ്കാൽപ്പ് ചെയ്യുന്നതാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കണ്ണും പൂട്ടി സ്കാൽപ്പ് ചെയ്യാം. നിങ്ങൾ അതോ ലോങ് ട്രെൻഡ് പിടിക്കുന്നവരാണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് എന്തായാലും ലോങ് ട്രെൻഡ് പിടിക്കാൻ കഴിയില്ല. നിങ്ങൾ സ്കാൽപ്പിംഗ് സ്റ്റേജ് ആണ് ഇപ്പോൾ മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ലോങ് ട്രെൻഡ് വരണം, അതായത് ലോങ് ട്രേഡ് പിടിക്കണമെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ട്രെൻഡിൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോങ് ട്രേഡ് പിടിക്കാൻ പറ്റും. അതുവരെ നമുക്ക് സ്കാൽപ്പ് ചെയ്യാം. ഇപ്പം മാർക്കറ്റ് ഈ ഒരു പോയിൻ്റ് ഉണ്ടോ, അതായത് 25,800 ഇവിടുന്ന് ഫോളോ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മാർക്കറ്റ് ഏകദേശം 25,600 വന്ന് നോക്കും. വീണ്ടും മാർക്കറ്റ് കയറും. ഓക്കെ, ഈ ഒരു ഹൈൻ്റെ മേലായിരിക്കും കയറുക. ഇവിടെ ഒരു റിജക്ഷൻ ക്യാൻഡിലോ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നി, നിങ്ങളുടെ സ്ട്രാറ്റജി വെച്ചിട്ട് ഇവിടെ ഒരു റിജക്ഷൻ ഒരു ഫോൾ വരുന്നുണ്ട് ചാൻസ് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സെല് ചെയ്യാം. ഞാനിവിടെ എടുക്കാമെന്ന് വെച്ചാൽ ഒരു റിജക്ഷൻ ക്യാൻഡിൽ, ഈ ഒരു ഭാഗത്ത് ഒരു റിജക്ഷൻ ക്യാൻഡിൽ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ മേലെ SL വെച്ചിട്ട്
ഞാൻ പുട്ട് ഓപ്ഷൻ ആയിരിക്കും ബൈ ചെയ്യുക. കറക്റ്റ് നമുക്ക് ഇവിടം വരെ ടാർഗറ്റ് കിട്ടും. ഓക്കെ, നമ്മളൊരിക്കലും ഇവിടുന്ന് ഇവിടം വരെ തന്നെ ടാർഗറ്റ് വെക്കരുത്, ഇവിടുന്ന് ഇവിടം വരെ തന്നെ ടാർഗറ്റ് വെക്കരുത്. നമ്മളൊരു 10 പോയിൻ്റ് ആണെങ്കിൽ 10 പോയിൻ്റ്, 20 പോയിൻ്റ്, 15 പോയിൻ്റ് ആയിട്ട്. കാരണം ഇത് സ്കാൽപ്പിങ് പറ്റിയ ഏരിയ ആണ്. ഇവിടെ ഒരിക്കലും നിങ്ങൾ ഒരു 10-50 പോയിൻ്റൊന്നും വെച്ച് ട്രേഡ് എടുക്കാൻ പാടില്ല. ഓക്കെ, അപ്പം ഇതാണ് മാർക്കറ്റ് ഇനി തിങ്കളാഴ്ച സംഭവിക്കാൻ പോകുന്നത്. നിങ്ങൾ നോക്കുക, നിങ്ങളോട് ഞാൻ മാർക്കറ്റ് ഒബ്സർവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നേരെ മാർക്കറ്റ് ഒബ്സർവ് ചെയ്യുക, തിങ്കളാഴ്ച എന്താണ് സംഭവിക്കുന്നത് നോക്കുക. അത് കഴിഞ്ഞിട്ട് നേരെ നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിലോട്ട് വരിക. എന്താണ് മാർക്കറ്റിൽ സംഭവിച്ചത് നോക്കിയിട്ട് നേരെ കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെയാണ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് പോകണ്ട. കാരണം ഞാൻ എടുക്കുന്ന ട്രേഡിൻ്റെ വീഡിയോസൊക്കെ ഞാൻ എൻ്റെ ഈ ഒരു ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കൂടാണ്ട് നമ്മുടെ കമ്മ്യൂണിറ്റി നിങ്ങൾ ജോയിൻ ആകാൻ വേണ്ടി നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ നിങ്ങളെ ആഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് വേറെ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പം ഇതാണ് തിങ്കളാഴ്ച സംഭവിക്കാൻ പോകുന്നത്. ഒരുപാട് എക്സ്പ്ലെയിൻ ഒന്നും ഞാൻ ഇതിനകത്ത് പറയുന്നില്ല. നിങ്ങൾ നേരെ ബൈ ഓൺ ഡിപ്പായിരിക്കും. ഒരു ഡിപ്പായി കഴിഞ്ഞാൽ ഈ ഒരു ട്രെൻഡ് ലൈൻ്റെ അടുത്ത് ഒരു ഡിപ്പായി കഴിഞ്ഞാൽ നിങ്ങൾ ബൈ ചെയ്തോ. ഓക്കെ, ഞാൻ 15 മിനിറ്റ് ടൈം ഫ്രെയിമിലാണ് ട്രേഡ് എടുക്കാറ്. ഓക്കെ, 15 മിനിറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ഒരു 3 ക്യാൻഡിൽ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ 15 മിനിറ്റ് ടൈം ഫ്രെയിമിലാണ് ട്രേഡ് എടുക്കാറ്. അപ്പോൾ 15 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ട്രേഡ് എടുത്ത് ഇവിടെ ഒരു ക്യാൻഡിൽ വന്ന് ഞാനിവിടെ ഈ ഒരു ട്രെൻഡ് ലൈനിൽ ക്യാൻഡിൽ ടച്ച് ആയി കഴിഞ്ഞാൽ ഞാൻ ട്രേഡ് എടുക്കും കേട്ടോ. എനിക്ക് റിജക്ഷൻ ക്യാൻഡിലോ അതിന് ഞാൻ വെയിറ്റ് ചെയ്യാറില്ല. ഇവിടെ ഒരു ക്യാൻഡിൽ ഇതുകൊണ്ടോ, ഇപ്പോൾ ഇവിടെ ക്യാൻഡിൽ ടച്ചായി എത്ര ഇവിടെ നിന്ന് റിജക്ഷൻ വന്ന് മനസ്സിലായേ. ഇതുപോലെ നമുക്കിവിടെ ക്യാൻഡിൽ, ഇപ്പം ഇവിടെ ക്യാൻഡിൽ ടച്ചായി നമ്മളിവിടെ ട്രേഡ് എടുത്തു. കുറച്ച് നേരം നമുക്കിവിടെ ഇപ്പം നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിങ്ങൾക്ക് റിസ്ക് എടുക്കാൻ തയ്യാറല്ലാത്ത ഒരാളാണെങ്കിൽ ഇതുപോലെ നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുക. നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ ഇതുണ്ടോ, ഇതുപോലത്തെ ഒരു, അതായത് 3 മണിൻ്റെ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഇതുണ്ടോ. ഇങ്ങനത്തെ ക്യാൻഡിലൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ട്രേഡ് എടുക്കാവുന്ന. അല്ലാത്ത ഇതുണ്ടോ, ഇവിടെ റിജക്ഷൻ ക്യാൻഡിൽ. ഓക്കെ, ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കറക്റ്റ് എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാൻ പറ്റുന്ന 2 ക്യാൻഡിൽ ഇവിടെ തന്നെ വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, നിങ്ങൾക്ക് ഇവിടെ ഇതിനകത്ത് ട്രേഡ് എടുക്കാം. ഓക്കെ, ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാം. ഇവിടെ ഇവിടെ SL വെച്ചാൽ മതി. ഇത് ഈ ഒരു ഇതിൻ്റെ വിക്കിൻ്റെ താഴെ കുറച്ച് SL വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെയാണ്. ചെറിയൊരു SL ഇവിടെയാലും ചെറിയൊരു SL വെക്കുക, നിങ്ങൾക്ക് ടാർഗറ്റ് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ മാർക്കറ്റ് കയറി ഏകദേശം ഈ നമ്മുടെ ട്രെൻഡിൽ തട്ടി ഇവിടെ റിജക്ഷൻ ക്യാൻഡിൽ വന്നു. നമുക്കിവിടെ കണ്ണും പൂട്ടി നമുക്കിവിടെ ട്രേഡ് എടുക്കാം. SL ഇവിടെ വെച്ചാൽ ചെറിയൊരു SL, വലിയൊരു ടാർഗറ്റ്. ഓക്കെ, അതാണ് ഇപ്പോൾ മാർക്കറ്റ്. ഇതാണ് ഇപ്പോഴത്തെ മാർക്കറ്റിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം ഇനി തിങ്കളാഴ്ച എന്താണ് സംഭവിക്കുന്നത്. ഞാനും തിങ്കളാഴ്ച ട്രേഡ് എടുക്കുന്നുണ്ട്. ആ ഒരു ട്രേഡിൻ്റെ ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടി ഞാൻ പറഞ്ഞല്ലോ, ഫോളോ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് നേരെ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നേരെ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് ചോദിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ കാണാം. ബൈ.